എന്താണ് പാറ്റ്? പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ നാറ്റിംഗ് പഠിച്ചു. അതായത് നമുക്ക് കിട്ടുന്ന ആ ഒരു പബ്ലിക് ഐ പി അഡ്രസ്സിനെ നമ്മൾ ലോക്കൽ ഐ പി അഡ്രസ്സുമായിട്ട്, അതായത് ലോക്കൽ ഐ പി അഡ്രസ്സിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് നേരെ ഒരു മോഡത്തിൽ വന്ന് അത് പബ്ലിക് ഐ പി ആയിട്ട് സെർവറിലോട്ട് സഞ്ചരിച്ച് തിരിച്ചും ആ ഒരു പബ്ലിക് ഐ പി വന്നു കഴിയുമ്പോൾ ഏതാണോ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഐ പിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ഈ ഒരു പബ്ലിക് ഐ പിനെ ആ ഒരു ട്രാൻസ്ലേഷൻ നടത്തുന്നതാണ് നാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ആ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഒരേ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരേ സൈറ്റുകളോ ആയിരിക്കില്ല കൊടുക്കുന്നത്. പല പല പോർട്ടിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ട്രാഫിക് ആയിരിക്കും നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നടത്തുന്നത്. അതായത് ചിലപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ആ ഒരു 80 എന്ന് പറഞ്ഞ പോർട്ട് നമുക്കറിയാം, അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോർട്ട് നമ്പറാണ്. അതുപോലെ തന്നെ 443 HTTPയും HTTPS എന്ന് പറഞ്ഞ് രണ്ട് പോർട്ട് നമ്പർ ഇപ്പോൾ രണ്ട് കോമൺ ആയിട്ട് കാണുന്ന പോർട്ട്സാണിത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണെങ്കിൽ സെപ്പറേറ്റ് ഇപ്പോൾ രണ്ട് സെപ്പറേറ്റ് പോർട്ട്സുകളാണ് നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു നാറ്റിംഗ് നടന്നാൽ, അതായത് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ മാത്രം നടന്നിട്ടുണ്ടെങ്കിൽ IP മാത്രമാണ് മനസ്സിലാകുകയുള്ളൂ ഈ ഒരു കമ്പ്യൂട്ടറിന്, അതായത് ഈ ഒരു നമ്മുടെ മോഡത്തിന് ഏത് കമ്പ്യൂട്ടറിലോട്ട് വേണം പോകേണ്ടതെന്നുള്ളത് IP മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ പോർട്ട് നമ്പർ കൂടി, അതായത് ഏത് പോർട്ടിൽ നിന്നാണ് നമുക്ക് അതിന് റിപ്ലൈ വേണ്ടത് എന്നറിഞ്ഞ് പോർട്ട് നമ്പർ കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് ഈ ഒരു 1.2 ഒരു 80 പോർട്ടിൽ നിന്നാണ് റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് നേരെ തിരിച്ച് ഈ ഒരു മോഡത്തിൽ വരികയും ആ മോഡത്തിൽ നിന്ന് പബ്ലിക് IP വഴി നേരെ ആ ഒരു പബ്ലിക് IP സെർവറിലോട്ട് വരികയും അതിൻ്റെ റിക്വസ്റ്റ് ഏതാണോ അത് തിരിച്ച് വന്ന് കൊടുക്കാൻ നേരത്ത് അത് ഏത് പോർട്ട്, അതായത് ഏത് IP 1.2 എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിലോട്ട് വന്ന റിക്വസ്റ്റ് ആണെന്ന് അറിയാം. പക്ഷേ ആ ഒരു കമ്പ്യൂട്ടറിലെ ആ ഒരു റിക്വസ്റ്റിൽ ഏത് പോർട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ നമ്മുടെ പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷനായിട്ടുള്ള പാറ്റ് കൂടി പ്രവർത്തിച്ചാലാണ്, അതായത് നാറ്റിന് പുറമെ പാറ്റ് കൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ ഒരു പോർട്ട് അഡ്രസ്സും കൂടി നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഈ ഒരു കമ്പ്യൂട്ടറിന് കണ്ടുപിടിക്കാൻ സാധിക്കണമെങ്കിൽ നാറ്റിങ്ങിന് പുറമെ ഈ ഒരു പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷനും കൂടി നടന്നാലാണ് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ മൊത്തത്തിൽ ആ ഒരു വർക്കിംഗ്, അതായത് ഒരു ഡേറ്റ നമ്മുടെ ആ ഒരു IP ട്രാൻസ്ലേഷൻ്റെ ആ ഒരു ഫുൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ കൂടി നടക്കണം. അപ്പോൾ അതാണ് പാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാറ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ പാറ്റും ഓർത്തിരിക്കുക, അതായത് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷനും കൂടെ തന്നെ ഈ ഒരു പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ കൂടി വേണം. സംഭവം സിമ്പിളാണ്. അതായത് ഈ ഒരു പബ്ലിക് ഐ പി ആയിരിക്കും ഈ ഒരു സെർവറിലോട്ടൊക്കെ നമ്മുടെ റിക്വസ്റ്റിനെ കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് നമ്മുടെ ഈ ഓരോ കമ്പ്യൂട്ടറിലും കൊടുത്തേക്കുന്ന LAN IP കളായിരിക്കില്ല. അപ്പോൾ ആ LAN IP നെ ഈ ഒരു പബ്ലിക് IP യിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നാറ്റിംഗ്. അതുപോലെ തന്നെ IP മാത്രമല്ല പോർട്ടിനെ തിരിച്ച്, അതായത് പോർട്ടിനെയും ഇതുപോലെ തന്നെ സെർവറിലോട്ട് കൊണ്ടുപോകുമ്പോഴും സെർവറിനെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഏതൊക്കെ പോർട്ടാണെന്ന് കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് പാറ്റ് എന്ന് പറയുന്നത്, പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മളിത് മോഡത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു നാറ്റിംഗ് ആണെങ്കിലും ഈ ഒരു പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷനും ഒക്കെ നടക്കുന്നത് ഒരു മോഡത്തിൽ തന്നെയാണ്. അപ്പോൾ അതാണ് നാറ്റിംഗ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പോർട്ട് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതും ഇതാണ്.